ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ആത്മീയ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം തീർത്ഥാടനം നടത്തുകയാണ്. നോമ്പിൻ്റെ പുണ്യം എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഭയിൽ നോമ്പുകാലം എന്നാൽ ഹൃദയ നവീകരണത്തിൻ്റെ തീർത്ഥാടനം നടത്തുന്ന പുണ്യപ്രദമായ ദിനങ്ങളാണ്. നോമ്പിനെ സാധാരണയായി നാം മനസ്സിലാക്കുന്നത് നോമ്പ് സമം ഭക്ഷണവർജന അധികം ദീർഘമായ പ്രാർത്ഥന എന്നാണ്. എന്നാൽ നോമ്പുകാലം കേവലം ഒരു ഭക്ഷണ നിയന്ത്രണമോ ഒരു ഡയറ്റ് പ്ലാനോ അല്ല, മറിച്ച് അതൊരു റിലേഷൻഷിപ്പ് പ്ലാനാണ്. ഈശോയുമായുള്ള എൻ്റെ ആത്മബന്ധം പുതുക്കാനുള്ള സജീവമായ ഒരു കാലമാണിത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 15-ാം തിരുവചനം: ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, കാരണം എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈശോയുമായി നാം നമ്മുടെ ബന്ധം പുതുക്കുന്ന കാലമാണ് വലിയ നോമ്പുകാലം. ഈശോ നമ്മുടെ ഹൃദയവാതിൽക്കൽ നിൽപ്പുണ്ട്. അവിടത്തേക്കായി ആ വാതിൽ തുറന്ന് അതിനുവേണ്ടി നമ്മെ തന്നെ അണിയിച്ചൊരുക്കുന്ന സജീവമായ കാലമാണിത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു സുഹൃത്ത് വരുന്നുവെന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഒരുക്കങ്ങളാണ് നാം നടത്തുന്നത്. നാം വീട് വൃത്തിയാക്കും, നമ്മുടെ സുഹൃത്തിനു വേണ്ടി സമയം മാറ്റിവെക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്ന ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ അണിയിച്ചൊരുക്കുവാൻ നാം സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ നോമ്പുകാലം. ഇനിയും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീടിനെ പറ്റി നാം കുറച്ചധികം നാളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറ്റത്ത് മുഴുവൻ കരിയിലകൾ നിറയും, വീടിനുള്ളിൽ പൊടിപടലങ്ങൾ കുമിഞ്ഞുകൂടും, വീട്ടിൽ സാധനങ്ങൾ തിക്കിത്തിരക്ക് കൂട്ടും, വീട് ആകപ്പാടെ അലങ്കോലപ്പെടും. സമാധാനത്തിൻ്റെ ഭവനം ഒരു അലങ്കോലത്തിൻ്റെ ഭവനമായി മാറും. എന്നാൽ ഒരു നാൾ നാം മനസ്സിരുത്തി വീടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നഷ്ടമായെന്ന് കരുതിയ ആ പഴയ ഫോട്ടോകൾ തിരികെ ലഭിക്കും. നഷ്ടപ്പെട്ടുവെന്ന് നാം കരുതിയ ആ പഴയ ഓർമ്മകൾ നമ്മിലേക്ക് മടങ്ങി വരും. വീണ്ടും ആ വീട് പഴയൊരു വീടായി മാറും. നമ്മുടെ ഹൃദയവും ഇതുപോലെയാണ്. വിദ്വേഷത്തിൻ്റെ കറകളും കുശുമ്പിൻ്റെ പൊടിപടലങ്ങളും ലൗകിക ആഗ്രഹങ്ങളുടെ വസ്തുക്കളുടെയും ഭാരങ്ങളും നമ്മുടെ ഹൃദയത്തെ വല്ലാതെ അലങ്കോലപ്പെടുത്തുന്നുണ്ട്. ആ അലങ്കോലപ്പെട്ട ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനമില്ലാതാവുകയാണ്. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഈശോയ്ക്ക് വന്ന് വസിക്കുവാൻ സാധിക്കുകയില്ല. ഈ നോമ്പുകാലത്ത് സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി സഭ നൽകുന്ന 3 മാർഗങ്ങളാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥന എന്നാൽ അത് ഹൃദയത്തിൻ്റെ ജനാലയാണ്. ഒരു മുറി ഏറെ നാൾ നാം അടച്ചിടുമ്പോൾ അതിൽ ദുർഗന്ധം വമിക്കും. എന്നാൽ ജനാലകൾ തുറന്നു കഴിയുമ്പോൾ വെളിച്ചവും ശുദ്ധവായും ഉള്ളിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥന എന്നാൽ ദൈവവുമായി നമ്മെ കണക്റ്റ് ചെയ്യുന്ന ചാർജിങ് പോയിൻ്റാണ്. ഉപവാസം എന്ന സ്റ്റിയറിംഗ് വീൽ. ഒരു ഡ്രൈവർ തൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈയെടുത്തു കഴിഞ്ഞാൽ ആ വാഹനം അപകടത്തിൽപ്പെടും. ഉപവാസവും ഇതുപോലെ തന്നെയാണ്. ഉപവാസം എന്നാൽ ഭക്ഷണ നിയന്ത്രണമല്ല, മറിച്ച് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറം മനസ്സിന് ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ട് എന്നതിന് നമുക്ക് ഉറപ്പു തരുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ അതിൻ്റെ സ്റ്റിയറിംഗ് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമ്മെ അനുദിനം ഓർമ്മിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം. ദാനധർമ്മം എന്ന സ്നേഹത്തിൻ്റെ നീരൊഴുക്ക്. ഒരു കിണറ്റിലെ ജലം ഉപയോഗിക്കാതിരുന്നാൽ അത് ഉപയോഗശൂന്യമായി തീരും. എന്നാൽ ആ ജലം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും പുതിയ നീരൊഴുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പുറപ്പെടും. അതുപോലെ തന്നെ
നമ്മുടെ ആത്മീയ ജീവിതത്തിലും സമ്പാദ്യം നൽകലല്ല ദാനധർമ്മം, മറിച്ച് നമ്മുടെ ക്ഷമയും നമ്മുടെ സമയവും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ്. അങ്ങനെ ഈ 50 ദിവസം അത് ദുഃഖത്തിൻ്റെ നാളുകളല്ല, മറിച്ച് ഈ നോമ്പിൻ്റെ ദിവസം വലിയൊരു സന്തോഷത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഈസ്റ്റർ എന്ന വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. ഈ 50 നാളുകൾക്കപ്പുറം ഉദ്ധിതൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കും. ഈശോയുമായുള്ള ആത്മബന്ധത്തിൻ്റെ പുണ്യപ്രദമായ ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും പുണ്യപ്രദമായ നോമ്പുകാലവും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.